ഹലോ ഫ്രണ്ട്സ്, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡയമെൻഷണൽ ഇക്വേഷൻസിൻ്റെ സഹായത്തോടെ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതോടൊപ്പം കുറേ ഫിസിക്കൽ ഇക്വേഷൻസിൻ്റെ കറക്റ്റ്നെസ്സും നമ്മൾ ചെക്ക് ചെയ്തു. ഈ വീഡിയോയിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പൊതുപരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? നോട്ട്ബുക്ക് എടുത്ത് എൻ്റെ കൂടെ സോൾവ് ചെയ്തോളൂ. നമ്മൾ ഒന്നാമത്തെ ചോദ്യം സോൾവ് ചെയ്യാൻ പോവുകയാണ്. വെരിഫൈ ഡയമെൻഷനലി ദ റിലേഷൻ t ഈക്വൽ ടു 2π√L/g ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം where L is the length of the pendulum and g is acceleration due to gravity. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ കറക്റ്റ് ആവുന്നുള്ളൂ. ഇവിടെ ഡയമെൻഷൻ ഓഫ് LHS ടൈം പീരീഡാണ്, അപ്പോൾ ഡയമെൻഷൻ ക്യാപിറ്റൽ T ആണ് വരിക. ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ ടു 2π√L/g ആണ്. അതിൽ 2π എന്നുള്ളത് നമ്പറാണ്, ഡയമെൻഷൻ ഉണ്ടാവില്ല. ഇനി √L/gയുടെ ഡയമെൻഷൻ കണ്ടു നോക്കാം. L ലെങ്ത് ഓഫ് ദ പെൻഡുലമാണ്, ഡയമെൻഷൻ ക്യാപിറ്റൽ L. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഡയമെൻഷൻ L(t⁻²). മുകളിലും താഴെയുമുള്ള L ക്യാൻസൽ ചെയ്ത് പോകും. താഴെയുള്ള t⁻² മുകളിലേക്ക് എടുക്കുമ്പോൾ t² വരും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് t² ഈക്വൽ ടു T. ദറ്റ് ഈസ് LHS, ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റാണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം സോൾവ് ചെയ്യാം. ചെക്ക് ദ ആക്യുറസി ഓഫ് ദ റിലേഷൻ ½ mv² = mgh യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ് where m is the mass of the body, v its velocity, g is acceleration due to gravity and h is the height. നിങ്ങൾക്കറിയാം, ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷനാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അതേ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് നമ്മൾ ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡയമെൻഷൻ ഓഫ് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനാണ്, ½mv² ആണ്. ഡയമെൻഷൻ എഴുതാം, ഹാഫ് നമ്പറാണ്, ഡയമെൻഷൻ ഉണ്ടാവില്ല. m മാസ് ഓഫ് ദ ബോഡി, ഡയമെൻഷൻ ക്യാപിറ്റൽ M. v² വെലോസിറ്റി സ്ക്വയർ ആണ്, വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ L(t⁻1), അതിൻ്റെ സ്ക്വയർ കാണാം. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ mL²t⁻². ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷനാണ്, അതായത് mgh ആണ്. ഡയമെൻഷൻ എഴുതാം, m മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഡയമെൻഷൻ ക്യാപിറ്റൽ M. g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അതായത് L(t⁻²). h ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഡയമെൻഷൻ L തന്നെയാണ് വരിക. അത് ഒരുമിച്ച് എഴുതുമ്പോൾ mL²t⁻². അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനും ഈക്വലാണ്. അപ്പോൾ തന്നിരിക്കുന്ന റിലേഷൻ കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം. ദ ഫ്രീക്വൻസി ന്യൂ ഓഫ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് L വൈബ്രേറ്റിംഗ് അണ്ടർ ടെൻഷൻ F ഈസ് ഗിവൺ ബൈ ന്യൂ ഈക്വൽ ടു 1/2L√F/m where m is mass per unit length. Check whether the relation is correct or not. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്താൽ ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷനാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്, അതായത് 1/2L√F/m. നമുക്ക് ഈ ഇക്വേഷൻ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് LHS കാണാൻ പോവുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയാണ്, അതായത് ന്യൂ. ഫ്രീക്വൻസിൻ്റെ ഡയമെൻഷൻ t⁻². ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ 1/2L√F/m എന്നാണ് ഇക്വേഷൻ. അതിൽ 2 നമ്മൾ
കാണേണ്ടതില്ല, കാരണം ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ കാണുമ്പോൾ നമുക്ക് നമ്പേഴ്സിന് ഒഴിവാക്കാം. സോ 1/L ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L. ഇനി റൂട്ട് എഫ് ടെൻഷൻ എന്നുള്ളത് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതാം. ഡിവൈഡഡ് ബൈ എം. എം എന്നുള്ളത് ഇവിടെ മാസ് അല്ല, ലീനിയർ മാസ് ഡെൻസിറ്റി, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഡയമെൻഷൻ എഴുതുമ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ അല്ല, M/L അതായത് മാസ് പെർ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1/L റൂട്ട് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതി ML_T-2, താഴെ മാസ് പെർ ലെങ്ത് M/L അതായത് ML⁻⁻1. സ്ക്വയർ റൂട്ടിനുള്ളിൽ മാസ് ക്യാൻസൽ ചെയ്ത് പോകും. താഴെയുള്ള L⁻⁻1 മുകളിലേക്ക് എത്തുമ്പോൾ അത് L ആയി മാറും. അപ്പോൾ L² T⁻². അത് റൂട്ടിനുള്ളിലാണ്, ആ റൂട്ട് ഒഴിവാക്കുമ്പോൾ L⁻⁻1. സോ 1/L ഇൻറ്റു L⁻⁻1 എന്ന് വരും. അങ്ങനെ ലെങ്ത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവസാനമുള്ളത് T⁻⁻1 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനും ഫ്രീക്വൻസിൻ്റെ അതേ ഡയമെൻഷനാണ് T⁻⁻1. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സിൻസ് dimension of LHS is equal to dimension of RHS, the given equation is correct. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ ആണ്. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ റിലേഷൻ ബൈ ഡയമെൻഷണൽ അനാലിസിസ്. ലാംഡ ഈക്വൽ ടു H/mv. ലാംഡ വേവ് ലെങ്ത് ആണ്, H പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, M മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്, ആൻഡ് V ഇസ് ഇറ്റ്സ് വെലോസിറ്റി. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് വേവ് ലെങ്ത് ആണ് ഡയമെൻഷൻ, L തന്നെയാണ് വരിക. റൈറ്റ് ഹാൻഡ് സൈഡിൽ H/mv. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, ML² T⁻⁻1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ ടു ML² T-1 ഡിവൈഡഡ് ബൈ MVയുടെ ഡയമെൻഷൻ കൊടുക്കണം, അതായത് ML⁻⁻1. അപ്പോൾ ആൻസർ കിട്ടുന്നത് L ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. സോ ദ ഗിവൺ ഇക്വേഷൻ ഇസ് ഓൾസോ കറക്റ്റ്. ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഒരു വ്യത്യസ്തതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ദ വെലോസിറ്റി V ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ടൈം T according to relation V equal to AT² plus BT plus C, where V is in meter per second and T in second. Write the dimensions and units of A, B and C. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ വെലോസിറ്റി യൂണിറ്റ് തന്നിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈം സെക്കൻഡ്സിലാണ്. നിങ്ങളോട് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് A, B ആൻഡ് C. ഇതിൻ്റെ ഡയമെൻഷൻസും യൂണിറ്റ്സും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഒരു ഫിസിക്കൽ റിലേഷൻ്റെ രണ്ട് സൈഡിലും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. ആ തിയറി ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. അതായത് ഇവിടെ V ഈക്വൽ ടു AT² പ്ലസ് BT പ്ലസ് C. ഇങ്ങനെ ഒരു ഇക്വേഷൻ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ dimension of V should be equal to dimension of AT². It should be equal to dimension of BT. It should be equal to dimension of C. ഓരോ ടേമും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഡയമെൻഷൻ ഓഫ് V നമുക്കറിയാം വെലോസിറ്റിയാണ്, L⁻⁻1. അപ്പോൾ ആദ്യത്തെ ടേം അതായത് AT² ഡയമെൻഷൻ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കണം. ഡയമെൻഷൻ ഓഫ് AT² ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി, അതായത് L⁻⁻1. നമുക്ക് വേണ്ടത് എയുടെ ഡയമെൻഷനും യൂണിറ്റുമാണ്. സോ ഡയമെൻഷൻ ഓഫ് A ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് L⁻⁻1 ഡിവൈഡഡ് ബൈ T² നമ്മൾ താഴേക്ക് എടുക്കുകയാണ്. സോ T² വരും. സോ L⁻⁻1 ബൈ T², ദ ആൻസർ ഈസ് L⁻⁻3. അങ്ങനെ നമ്മൾ എയുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ഡയമെൻഷൻ നോക്കിയാൽ നമുക്കതിൻ്റെ യൂണിറ്റ് എഴുതാമല്ലോ. L⁻3 ആണ് ഡയമെൻഷൻ എങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു -3. ഇനി
ഇതേ തിയറി ഉപയോഗിച്ച് ഇഫ് വി ഈസ് ഈക്വൽ ടു എൽ ടി മൈനസ് 1, രണ്ടാമത്തെ ടേം ആയിട്ടുള്ള ബി ടിയുടെ ഡയമെൻഷനും വെലോസിറ്റിയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. അതായത് ഡയമെൻഷൻ ഓഫ് ബി ടി ഈക്വൽ ടു എൽ ടി മൈനസ് 1. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഡയമെൻഷൻ ഓഫ് ബി ആണ്. അപ്പോൾ ടൈമിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൽ ടി മൈനസ് 1 ബൈ ടി, അതായത് എൽ ടി റേസ് ടു മൈനസ് 2. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി നമുക്ക് കിട്ടി. ആ ഡയമെൻഷൻ നോക്കിയിട്ട് നമുക്കതിൻ്റെ യൂണിറ്റ് പറയാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഇനി മൂന്നാമത്തെ ടേമാണ് ഡയമെൻഷൻ ഓഫ് സി, ഡയമെൻഷൻ ഓഫ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. ഡയമെൻഷൻ ഓഫ് സി എന്തായിരിക്കണം? എൽ ടി മൈനസ് 1, അതായത് ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി, ദറ്റ് ഈസ് എൽ ടി മൈനസ് 1. അപ്പോൾ സിയുടെ യൂണിറ്റ് ഡയമെൻഷൻ നോക്കി നമുക്ക് പറയാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ചോദ്യത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. ദ വെലോസിറ്റി വി ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ടൈം അക്കോർഡിംഗ് ടു റിലേഷൻ വി ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ടി. റൈറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് എ, ബി, സി ആൻഡ് ഡി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അതായത് ഡയമെൻഷൻ ഓഫ് വി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് ദ തേർഡ് ടേം, അതായത് സി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ടി. അപ്പോൾ ഇവിടെ എയുടെ ഡയമെൻഷൻ നമുക്ക് ഡയറക്റ്റ് കിട്ടും, കാരണം ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എൽ ടി മൈനസ് 1. ഇനി നമുക്ക് സെക്കൻഡ് ടേമിലേക്ക് കടക്കാം. ഡയമെൻഷൻ ഓഫ് ബി ടി, അത് വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഡയമെൻഷൻ ഓഫ് ബി ആണ്. ഞാൻ ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എൽ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ടി. ടി താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുമ്പോൾ ടി റേസ് ടു മൈനസ് 1 വരും. അങ്ങനെ ഡയമെൻഷൻ ഓഫ് ബി എന്താണ്? എൽ ടി മൈനസ് 2. അടുത്തത് മൂന്നാമത്തെ ടേം സി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ടി ആണ്. അപ്പം നമുക്കിവിടെ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം, താഴെ കാണുന്ന ഡി പ്ലസ് ടി രണ്ട് ടേം സം ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും സമാന സ്വഭാവമുള്ള രണ്ട് ക്വാണ്ടിറ്റി ആയിരിക്കണം. അതായത് ഡി എന്നുള്ളത് ടൈമിൻ്റെ അതേ ഡയമെൻഷനാണ്, ടൈം തന്നെയായിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് ഡി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി, അതായത് ക്യാപിറ്റൽ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡയമെൻഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി ഈക്വൽ ടു എൽ ടി മൈനസ് 1 ആണ്. രണ്ട് സൈഡിലുള്ള ടി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് സി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എൽ എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ദ പ്രഷർ പി, വോളിയം വി ആൻഡ് ടെമ്പറേച്ചർ ടി of a real gas are related through വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽ ടു ആർ ടി. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് കോൺസ്റ്റൻസ് എ ആൻഡ് ബി. ഓൾസോ റൈറ്റ് ദ യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് ബി ഇൻ എസ് ഐ സിസ്റ്റം. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്ത് നോക്കാം. തന്നിട്ടുള്ള ഇക്വേഷൻ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽ ടു ആർ ടി ആണ്. ഇതിൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ ഞാൻ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് പി ഈക്വൽ ടു പ്രഷറിൻ്റെ ഡയമെൻഷനാണ് എം എൽ മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. ഡയമെൻഷൻ ഓഫ് വോളിയം ഈക്വൽ ടു എൽ ക്യൂബ്. ഡയമെൻഷൻ ഓഫ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു കെൽവിൻ. ഇവിടെ ആർ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി മൈനസ് 2 കെൽവിൻ റേസ് ടു മൈനസ് 1 ആണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് അതിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അതിവിടെ മെൻഷൻ ചെയ്യാത്തത്. ഇനി നമുക്ക് നോക്കാം. ഈ ഇക്വേഷനിൽ വി മൈനസ് ബി എന്നൊരു ടേം ഉണ്ട്. അപ്പോൾ വി മൈനസ് ബി എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഇക്വേഷൻ സം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂസിനും സമാന സ്വഭാവം, അതായത് സെയിം ഡയമെൻഷൻ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വോളിയത്തിനും
ബിക്കും ഒരേ ഡയമെൻഷനാണ്. സോ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വോളിയം, അതായത് എൽ ക്യൂബാണ്. സോ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു എൽ ക്യൂബ്. അതുപോലെ പി പ്ലസ് എ ബൈ വി സ്ക്വയർ. പി എ ബൈ വി സ്ക്വയർ ആയിട്ട് സം ചെയ്തിട്ടുണ്ട്. രണ്ട് വാല്യൂസ് സം ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിനും ഒരേ സ്വഭാവം, അതായത് രണ്ടിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. സോ ഹിയർ എ ബൈ വി സ്ക്വയർ ഈസ് ബീങ് ആഡഡ് ടു പി. ഹെൻസ് പി ആൻഡ് എ ബൈ വി സ്ക്വയർ ഹാവ് സെയിം ഡയമെൻഷൻസ്. പ്രഷറിനും എ ബൈ വി സ്ക്വയറിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് പി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ. സോ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു വി സ്ക്വയറിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. സോ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ പി ഇൻറ്റു വി സ്ക്വയർ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രഷറിൻ്റെ ഡയമെൻഷൻ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. വോളിയം എൽ ക്യൂബാണ്, അതൊന്നും കൂടെ സ്ക്വയർ ചെയ്യുന്നത് കൊണ്ട് അത് എൽ റേസ് ടു 6 ആവും. അതായത് എം എൽ -1 ടി റേസ് ടു -2 ഇൻറ്റു എൽ റേസ് ടു 6. അതായത് ഡയമെൻഷൻ ഓഫ് എ ഇസ് എം എൽ റേസ് ടു 5 ടി റേസ് ടു -2. ഇനി നമുക്ക് ഡയമെൻഷൻസ് നോക്കിയിട്ട് എക്കും ബിക്കും യൂണിറ്റ് കൊടുക്കാം. എയുടെ ഡയമെൻഷൻ എം എൽ റേസ് ടു 5 ടി റേസ് ടു -2 ആണ്. അതായത് യൂണിറ്റ് വരിക കിലോഗ്രാം മീറ്റർ റേസ് ടു 5 സെക്കൻഡ് റേസ് ടു -2. അതുപോലെ ഡയമെൻഷൻ ഓഫ് ബി വോളിയത്തിൻ്റെ ഡയമെൻഷനാണ്, അതായത് എൽ ക്യൂബാണ്. സോ ഡയമെൻഷൻ ഓഫ് ബി മസ്റ്റ് ബി എം ക്യൂബ്. ഇനി വീണ്ടും ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ്. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ പി വി ഈക്വൽ ടു എഫ് എക്സ്, where P is the pressure, V is the volume, F is the force applied and X is the displacement. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ തന്നത് നമുക്ക് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അക്കോർഡിംഗ് ടു ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് തുടങ്ങാം. ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി ആണ്. പ്രഷറിൻ്റെ ഡയമെൻഷൻ എം എൽ -1 ടി റേസ് ടു -2. വോളിയം എൽ ക്യൂബ്. ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ, അതായത് എഫ് എക്സ് ആണ്. അപ്പോൾ എഫിൻ്റെയും എക്സിൻ്റെയും ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഡയമെൻഷൻ ഓഫ് എഫ് എം എൽ ടി -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനാണ് എൽ ആണ് വരിക. സോ എം എൽ സ്ക്വയർ ടി -2. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. ഇതുപോലെ പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇഫ് വി ഈക്വൽ ടു കെ എ സ്ക്വയർ യു ടി, വെർ എ ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈപ്പ്, യു ഇസ് ദ സ്പീഡ് ഓഫ് ഫ്ലോ, ടി ഇസ് ദ ടൈം, V is the volume of water flowing through the pipe and K is dimensionless constant. State whether the equation is correct or not. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വോളിയമാണ്. സോ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വോളിയം, ദറ്റ് ഈസ് എൽ ക്യൂബ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ നോക്കാം. എ സ്ക്വയർ യു ടി. ആക്ച്വലി കെ എ സ്ക്വയർ യു ടി ആണ്, പക്ഷേ ചോദ്യത്തിൽ കെ ഇസ് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻറ്റ് എന്ന് തന്നതുകൊണ്ട് നമുക്ക് ആ ടേം എഴുതേണ്ടതില്ല. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ കാണുമ്പോൾ എ സ്ക്വയർ യു ടിയുടെ ഡയമെൻഷൻ കാണാം. എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പൈപ്പാണ്. ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്. ഇവിടെ എൽ സ്ക്വയർ ആണ് ഏരിയൻ്റെ ക്രോസ് സെക്ഷൻ എങ്കിലും എ സ്ക്വയർ ആണ്. സ്ക്വയർ ചെയ്തതുകൊണ്ട് എൽ സ്ക്വയറിൻ്റെ സ്ക്വയർ എൽ റേസ് ടു 4. ഇനി യു വെലോസിറ്റിയാണ്. സോ എൽ ടി റേസ് ടു -1. ടി ടൈമാണ്. സോ ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എൽ റേസ് ടു 5 ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചോദ്യത്തിൽ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഈക്വൽ അല്ലാതെ വരുന്നത്. ദറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് ദ ഗിവൺ ഇക്വേഷൻ ഈസ് ആൻ ഇൻകറക്റ്റ് ഇക്വേഷൻ എന്നാണ്. ഇനി അടുത്ത ചോദ്യം, ചെക്ക് വെദർ ദ ഇക്വേഷൻ
T equal to 2 pi root m by g. Where T is time period of the simple pendulum, m is the mass of the bob and g is acceleration due to gravity. ഇതൊന്ന് നമ്മൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടൈം പീരീഡ് ആണ്, സോ ഡയമെൻഷൻ ടി ആണ്. അതിന് റൈറ്റ് ഹാൻഡ് സൈഡോ 2 പൈ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്തു. 2 പൈ ഡയമെൻഷൻ ഇല്ലാത്ത നമ്പറാണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് എം ബൈ ജി, ഡയമെൻഷൻ ഓഫ് എം മാസാണ്, എം വരും, ബൈ ജി എൽ ടി റേസ് ടു -2. സോ എം എൽ റേസ് ടു -1 ടി സ്ക്വയർ എന്നാണ് വരിക. സ്ക്വയർ റൂട്ട് ഓഫ് എം എൽ റേസ് ടു -1 ടി സ്ക്വയർ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷൻ ഈക്വലായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് എന്ന് കൺക്ലൂഡ് ചെയ്യും. അതായത് ദ ഗിവൺ ഇക്വേഷൻ ഈസ് ആൻ ഇൻകറക്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കേസസിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒരേ ഡയമെൻഷൻ വരണം എന്നില്ല. അപ്പം ഈക്വൽ ആണെങ്കിൽ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതാം. 2 ഡയമെൻഷനും ഈക്വലായിട്ട് വരുന്നില്ല എങ്കിൽ ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി ഇൻകറക്റ്റ് എന്ന് നമ്മൾ കൺക്ലൂഷൻ എഴുതണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്യുക, ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായി ഇത്രയും ചോദ്യങ്ങൾ പകർത്തി എഴുതുക. അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരു പേപ്പർ എടുക്കുക, ചെയ്ത് തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡയമെൻഷണൽ മെത്തേഡിലൂടെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്കത് അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.